കാണാൻ നല്ല മൊഞ്ചുള്ളതും തിന്നാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു ബ്രെഡ് കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാനിതാ 4 ബ്രെഡ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അടുത്തതായി ഇതാ ഒരു ബൗൾക്ക് 3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് പാലും ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ച് വന്ന പാലിക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യട്ടോ. വീണ്ടും നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റഡിൻ്റെ മിക്സ് ഈ പാലിക്ക് ചേർത്ത് കൊടുക്കുക. കസ്റ്റഡിൻ്റെ മിക്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലാഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. അങ്ങനെ ഞാനിതാ ഇളക്കി കൊടുത്തിട്ട് ഇതേ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി, അത്യാവശ്യം കട്ടിയുള്ള രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റഡിൻ്റെ പകുതി ഭാഗം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ മുകളിലായിട്ട് ബാക്കി കസ്റ്റർഡും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പുഡിങ്ങിനൊന്ന് മൊഞ്ച് കൂട്ടാനും വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പയും കുറച്ച് റോസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ബ്രെഡ് കസ്റ്റർഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ കഴിക്കാനും തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ.